നമ്മളൊരു തവണ ഒരു യാത്ര പോയ സമയത്ത് ഒരു അനുഭവമുണ്ട്. ഒരു പ്രായമുള്ള അമ്മ ഈ ബദ്രീനാഥിലെത്തി ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ രാത്രി എല്ലാ റൂമിലും പോയി നോക്കും, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ആർക്കെങ്കിലും വയ്യാത്തതുണ്ടോ ഒക്കെ നോക്കും. അപ്പം നോക്കുന്ന സമയത്തുണ്ട് പുറത്തെ ആ ഹോട്ടലിൻ്റെ പുറത്തൊരു ടീപ്പോയ് ഉണ്ട്. ആ ടീപ്പോയിൽ എൻ്റെ ഒരു തുണി കൊണ്ട് എന്തോ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കുന്ന സമയത്ത് കുറച്ച് നീളത്തിലാണ്. നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉള്ള പ്രായമുള്ള അമ്മ ആ ടീപ്പോയിന് മുകളിൽ വന്നൊരു അത് അവരുടെ കയ്യിലുള്ള ഒരു തുണിയും പുതച്ച് കിടക്കുകയാണ്. ചെറിയൊരു അമ്മയാണ്, അതുകൊണ്ട് ഒരു ടീപ്പോയിന് മുകളിൽ കിടക്കാൻ മാത്രമേ ഉള്ളൂ. കാല് മടക്കി ആ ടീപ്പോയിൽ കിടക്കാം, അതാണ് സ്ഥിതി. അപ്പോൾ ഞങ്ങൾ തുണി മാറ്റി നോക്കുന്നത് ഈ അമ്മയാണ്. ഞങ്ങൾ ചോദിച്ചു, എന്താണ് അവിടെ കിടക്കുന്നത്? എൻ്റെ കുട്ടി, അത് ഇന്നലെ വേറെ ആരൊക്കെ കിടക്കുകയായിരിക്കില്ലേ, അതിന് എനിക്ക് കിടക്കാൻ പറ്റുമോ? അപ്പോൾ കാരണം ഹിമാലയത്തിൽ ഇത് അലക്കുന്ന പരിപാടിയില്ല, അലക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അലക്കാതെ ഉണങ്ങില്ല. കാരണം പ്രസവം രജോയി എന്ന് പറയുന്ന സാധനം, രജോയി ഒരിക്കലും ഉണങ്ങുന്നില്ല. അപ്പോൾ രജോയി തന്നെയാണ് അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് കട്ടിയുള്ളൊരു പുതപ്പാണ്, എനിക്ക് മനസ്സിലായി. അതെ, അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കാതിരുന്നാൽ രാവിലെ ആകുമ്പോഴേക്കും ആളില്ല, മരിച്ചു എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് നമുക്കത് ശീലമില്ല. അപ്പോൾ ഞങ്ങൾ ഈ അമ്മേനെ വിളിച്ചു. സാധാരണ ഞങ്ങൾ ഒരു യാത്രയിൽ ഒരാൾ ചീത്ത പറയാത്തതാണ്, പക്ഷേ ഞങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നു. അങ്ങനെ ഞങ്ങൾ പിടുത്ത് തൂക്കി കൊണ്ടുപോയിട്ട് കട്ടിലെ ബോൾ കിടത്തി ഇതിട്ട് പുതപ്പിച്ചു. അങ്ങനെ കംഫർട്ടാക്കി പോന്നു. പിറ്റേന്ന് രാവിലെ അമ്മ പറയാണ്, ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയിട്ടില്ലെങ്കിൽ ഞാനിന്ന് രാവിലത്തേക്ക് മരിച്ചു പോവുകയായിരുന്നു. എങ്ങനെ ഇരിക്കണം?